നമുക്കൊരു റവ ഉപ്പുമാ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്ക് പാൻ ചൂടാക്കി റവ എടുത്ത് അതിലിട്ട് ഇളക്കാം. ചെറിയ തീയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു നല്ല മണം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് മൂത്തു എന്നുള്ള കാര്യം. റോസ്റ്റഡ് റവയാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക. ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാമേ. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ബീൻസ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ച പട്ടാണിയാണ് ഞാനതാ ഉപയോഗിക്കുന്നത്, അതിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം. തുറന്ന ശേഷം നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അത് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. വീണ്ടും തുറന്ന് ഇളക്കി നോക്കുക. ഈ പരുവത്തില്ല, അത് കുഴപ്പമില്ല. കുറച്ചുകൂടെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അത് ശരിയായിക്കോളും. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് ഒന്നുകൂടെ തുറന്നു നോക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളം എല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ടാവും. നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കേ, ബൈ.